സോ 20,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ നല്ലൊരു സ്മാർട്ട് ഫോൺസ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 സ്മാർട്ട് ഫോൺസ് ആണ്, അതും 20,000 രൂപയ്ക്ക് വളരെ വൃത്തിയായിട്ടുള്ള പ്രൊഡക്ട്സ്. സോ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് CMF ഫോൺ 1. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6.67 ഇഞ്ചസിന്റെ AMOLED 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ 2000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ പ്രത്യേകതയിൽ ഒന്നാണ് നമുക്ക് ബാക്ക് പാനൽ ചേഞ്ച് ചെയ്യാമെന്നുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് MediaTek Dimensity 7300 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ Android 14 വിത്ത് നത്തിങ്ങിന്റെ റിഫൈൻ ആയിട്ടുള്ള OS ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദെൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 50+2 മെഗാപിക്സൽ എന്നിങ്ങനെ രണ്ട് ക്യാമറ ലെൻസ് ആണ് മെയിൻ ലെൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ 16 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് സെൽഫി ലെൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30 FPS സെൽഫി ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 1080p 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദെൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 33 വാട്ട്സിന്റെ വയർഡ് ചാർജിങ്ങും 5 വാട്ട്സിന്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 8GB 128 ആൻഡ് അതുപോലെ 15,000 രൂപയ്ക്കാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ആണ് Motorola Edge 50 Fusion. ഈ ഒരു സ്മാർട്ട് ഫോൺ ഓഫർ സെയിൽ ടൈമിലൊക്കെ വളരെ വില കുറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6.7 ഇഞ്ചസിന്റെ OLED 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 144 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗും 1600 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കോർണിംഗ് Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനുമാണ് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൊസസർ പാർട്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ Snapdragonന്റെ 6S Gen 1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 14 8GB 128 ആണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 13 മെഗാപിക്സൽ എന്നീ രണ്ട് ലെൻസ് ആണ് മെയിൻ ലെൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സെൽഫി ലെൻസ് നോക്കുവാണെങ്കിൽ 32 മെഗാപിക്സൽ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ലെൻസ് യൂസ് ചെയ്തുകൊണ്ടും 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ ഇത്രയധികം ഫീച്ചേഴ്സിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 68 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 20K rupees. സോ ദെൻ നമ്മൾ ലിസ്റ്റിലെ മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ്, അതുപോലെ തന്നെ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ് IQ Z9 5G. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6.67 ഇഞ്ചസിന്റെ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, HDR, 1800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് Dragon Trail Star 2+ന്റെ പ്രൊട്ടക്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദെൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൊസസർ വൈസ് നോക്കുവാണെങ്കിൽ MediaTek Dimensity 7200 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 14 FunTouch 14 ആൻഡ് അതുപോലെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്ന രണ്ട് ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ സെൽഫി നോക്കുവാണെങ്കിൽ 60 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ 1080p 30 FPS ഒരു ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയധികം ഫീച്ചേഴ്സിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ 44 വാട്ട്സിന്റെ വൈഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 16,999 രൂപ. സോ ദെൻ നമ്മൾ ലിസ്റ്റിലെ മറ്റൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ് Realme Narzo 17 Turbo 5G. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6.67 ഇഞ്ചസിന്റെ OLED പാനൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും HDRന്റെ സപ്പോർട്ട് 2000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ MediaTek Dimensity 7300 എനർജി എന്ന് പറഞ്ഞ 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 14 വിത്ത് Realme UI 5.0 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ UFSന്റെ 3.1 സ്റ്റോറേജും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദെൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്നിങ്ങനെ രണ്ട് ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ സെൽഫി ചെക്ക് ചെയ്യുവാണെങ്കിൽ 16 മെഗാപിക്സൽ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 4K 30 FPS സെൽഫി ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 1080p 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 45 വാട്ട്സിന്റെ വൈഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 17,000 രൂപ. ആൻഡ് സോ നമ്മൾ ലിസ്റ്റിലെ ഫൈനൽ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ് Poco X6 5G. സോ നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുവാണെങ്കിൽ 6.67 ഇഞ്ചസിന്റെ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, Dolby Vision, 1800 നിറ്റ്സിന്റെ മാക്സ് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണിനകത്ത് Gorilla Glassന്റെ വിക്ടസ് പ്രൊട്ടക്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് വൈസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ Snapdragonന്റെ 7S Gen 2 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 13 ഹൈപ്പറിന്റെ OS ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും 8GB 250 ആണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ 64 മെഗാപിക്സൽ 8 മെഗാപിക്സൽ 2 മെഗാപിക്സൽ എന്നിങ്ങനെ HDR സപ്പോർട്ട് ചെയ്യുന്ന 2-3 ക്യാമറ ലെൻസസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ മെയിൻ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 4K 30 FPS സെൽഫി ചെക്ക് ചെയ്യുവാണെങ്കിൽ 16 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ HDR സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് 1080p 30 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 5100 mAh സപ്പോർട്ട് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ 67 വാട്ട്സിന്റെ വൈഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 17,000 രൂപ. സോ ഫൈനലായിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 5 സ്മാർട്ട് ഫോണും ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ 20,000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു റെക്കമെൻഡഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസുകളാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ നമുക്ക് ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.